അശ്വിൻ കോക്കിനെ തിരുത്താൻ മാത്രം ഷാജി കൈലാസ് വളർന്നിട്ടില്ല. ഷാജി കൈലാസിന്റെ കോക്കിനെതിരെയുള്ള വീഡിയോ കണ്ടിട്ട് ആരും വരവ് സിനിമ കാണാൻ പോകുന്നില്ല. കാശ് കൊടുത്ത് കാണാൻ പോകുന്ന സിനിമ കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും. ഈ പഴയ സംവിധായകരൊക്കെ പുറത്തുപോകുന്ന സമയത്ത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അരിയണ്ണൻ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റിന്റെ യൂട്യൂബ് ചാനൽ ഷാജി കൈലാസിന്റെ റിയാക്ഷൻ വീഡിയോ വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് വലിയ രീതിയിലുള്ള തെറിവിളികൾ സീക്രട്ട് ഏജന്റ് കേൾക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇറങ്ങിയ ഷാജി കൈലാസിന്റെ ഈ ഒരു സിനിമ കാണാൻ പോകാൻ കൊതിച്ചിരുന്നവർ ഒരുപക്ഷെ കോക്കിന്റെ വീഡിയോ കണ്ടാൽ ഇത് കാണാൻ പോകാൻ ചാൻസ് ഇല്ല. അത്രയധികം രൂക്ഷമായ ഭാഷയിലാണ് അല്ലെങ്കിൽ അത്രയധികം പഴികളാണ് ഈ ക്ലാസിക് സംവിധായകന്റെ സിനിമയ്ക്ക് കേട്ടിരിക്കുന്നത്. ഇഷ്ടപ്പെടാത്ത സിനിമകളൊക്കെ ആദ്യമായിട്ടല്ല കോക്ക് വലിച്ചു കീറുന്നത്. പക്ഷെ അതിന് കിട്ടിയ മറുപടിയാണ് രസകരം. ഷാജി കൈലാസിന്റെ മകന്റെ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ണി വ്ളോഗിന്റെയും അശ്വിൻ കോക്കിന്റെയും വീഡിയോ ഷാജി കൈലാസും മകനും കൂടി ഇരുന്ന് കാണുകയും അതിന് പക്വമായ രീതിയിൽ മറുപടി കൊടുക്കുകയും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഒരു മുതിർന്ന സംവിധായകന്റെ സിനിമ ഏറെ നാൾക്ക് ശേഷം ഇറങ്ങുമ്പോൾ അതിനെതിരെ വരുന്ന ഒരു ചെറിയ നെഗറ്റീവ് പോലും അയാൾ അസ്വസ്ഥനാക്കും എന്നിരിക്കെ അശ്വിൻ കോക്കിന്റെയും ഉണ്ണിയാറിന്റെയും വീഡിയോകൾ കണ്ട് ശാന്തനായി വളരെ ക്ഷമയോടെ കേട്ടിരുന്നത് തന്നെ വളരെ അത്ഭുതവും ഒരു പാഠവുമാണ്. വീഡിയോ കണ്ടതിന് ശേഷം പുള്ളി പറയുന്നുണ്ട്, ആർക്കും തെറ്റുകൾ സംഭവിക്കാമെന്നും ചില കാര്യങ്ങൾ കണ്ടാൽ വിട്ടുകളയണമെന്നും ചില നെഗറ്റീവുകൾ കണ്ടാൽ നമ്മൾ നെഗറ്റീവായി പോകുമെന്നും തന്റെ മകനെ ഉപദേശിക്കുന്നുണ്ട്. ഈ സിനിമ റിവ്യൂവർമാർ സിനിമയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നും എപ്പോഴും ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവിലൂടെ മാത്രം സീനുകളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും നോക്കി കാണരുതെന്നുമാണ് ആ ഒരു വീഡിയോയുടെ ആകെത്തുക. മറ്റൊന്ന്, തന്റെ സിനിമയെ ഇത്രയധികം ആക്രമിച്ച അശ്വിൻ കോക്കിനെയോ ഉണ്ണിയാറിനെയോ തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ മുതിർന്ന സംവിധായകൻ ശ്രമിച്ചിട്ടില്ല എന്നതും വലിയ കാര്യമാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് അല്ല എന്നും ചില കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും പുള്ളി പറഞ്ഞു നോക്കുന്നു. അശ്വിൻ കോക്കിന്റെ ഉണ്ണിയാറിന്റെയും വ്ളോഗിൽ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മകനോട് വളരെ വ്യക്തമായി ശാന്തമായി ഷാജി കൈലാസ് മറുപടി കൊടുക്കുന്നുണ്ട്. അതൊരു അച്ഛന്റെയും മകന്റെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു മധുരം നിറഞ്ഞ ഒരു സംഭാഷണമായി കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനും കഴിയും. മറ്റൊന്ന് എനിക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായത്, നമുക്ക് നേരെ വരുന്ന കല്ലേറുകളും അല്ലെങ്കിൽ ആരോപണങ്ങളും എങ്ങനെയാണ് സമചിത്തതയോടെ നേരിടേണ്ടതെന്നും ഇവരുടെ സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യകരമായ അതിമനോഹരമായ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. മറ്റൊരു കാര്യം കൂടി ഷാജി കൈലാസ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാജി കൈലാസ് വ്യത്യസ്ത രീതിയിൽ സിനിമകൾ ചെയ്യുമ്പോൾ ഇത് ഷാജി കൈലാസിന്റെ രീതി അല്ലെന്നും, എന്നാൽ ഷാജി കൈലാസിന്റെ ശൈലിയിൽ സിനിമ ചെയ്യുമ്പോൾ ഷാജി കൈലാസിന്റെ പഴഞ്ഞൻ രീതി 90കളിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആയതെന്നും കരുതുന്നതാണ് പ്രേക്ഷകനെ സംബന്ധിച്ച് ഒരു പ്രശ്നമെന്നും ഷാജി കൈലാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, വരവെന്ന സിനിമയുടെ ടൈറ്റിലായിട്ട് ബന്ധപ്പെട്ട് ഷാജിയുടെ വരവ് പോക്കായി എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്ന ഒരു മറുപടി അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനെങ്ങും പോയിട്ടില്ല എന്നും മലയാള സിനിമ ഇവിടെ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ എനിക്ക് സിനിമ എടുക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാനിവിടെ ഉണ്ടാവുമെന്നും പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ സിനിമാക്കാരോട് എനിക്ക് പറയാനുള്ളത്, നല്ല സിനിമ ഇറങ്ങാൻ നേരത്ത് റിവ്യൂവർമാരുടെ വീഡിയോയിൽ നിന്ന് ശകലങ്ങൾ കട്ട് ചെയ്തെടുത്ത് അവരുടെ പ്രൊമോഷൻ വീഡിയോയും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ പ്രൊമോഷനായിട്ട് ഇടുന്നത് നിങ്ങൾ തന്നെയാണ്. ഇനി സീക്രട്ട് ഏജന്റിന്റെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. റിയാക്ഷൻ വീഡിയോയിൽ, അതായത് ഷാജി കൈലാസിന്റെ മകൻ ഉൾപ്പെടുത്തിയ റിയാക്ഷൻ വീഡിയോയിൽ ഉണ്ണി വ്ളോഗ്സും അശ്വിൻ കോക്കുമാണ് ഉണ്ടായിരുന്നത്. അതിൽ സീക്രട്ട് ഏജന്റിനെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് റിയാക്ഷൻ വീഡിയോ ചെയ്തതെന്നാണ് അതിൽ വരുന്ന ഭൂരിഭാഗം കമന്റുകളും. എന്നാൽ അതിൽ നിന്ന് സീക്രട്ട് ഏജന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തന്റെ സിനിമയ്ക്ക് വളരെയധികം നെഗറ്റീവ് കിട്ടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഷാജി കൈലാസും മകനും കൂടി ഇത്തരത്തിൽ ശാന്തമായി സമചിത്തതയോടെ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് അതിനെ പ്രശംസിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെയും റിയാക്ട് ചെയ്ത് കൂടുതൽ മെച്ചം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. മാത്രമല്ല അതിൽ അശ്വൻ കോക്കും ഉണ്ണിയാറും വളരെ പക്വമായി വളരെ ഈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്ത് ആളുകളെ ഈ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ആളുകളെ ഹേറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതി അവസാനിപ്പിക്കേണ്ട ഘട്ടം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഒരു സിനിമ റിവ്യൂവർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എല്ലാ സിനിമ റിവ്യൂവർമാരെയും എല്ലാ ഇൻഫ്ലുവൻസർമാരെയും അന്ധമായി വിശ്വസിക്കരുത്. ഇവിടെ പെയ്ഡ് പ്രൊമോഷനും റിവ്യൂ ബോംബിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും. എനിക്കിഷ്ടമുള്ള റിവ്യൂവർ പറയുന്നത് ഞാൻ കേൾക്കൂ എന്നുള്ള നിലപാട് ശരിയല്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ രൂക്ഷമായി വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സിനിമയുടെ ട്വിസ്റ്റുകൾ, സസ്പെൻസുകൾ അല്ലെങ്കിൽ സീനുകൾ ഇതെല്ലാം പരസ്യപ്പെടുത്തുന്നത് അത്ര നല്ല ശരിയായ കാര്യമല്ല. ഞാൻ സിനിമ പോയി കണ്ടു, എനിക്ക് സിനിമ വർക്കായില്ല എന്ന് പറയുന്നത് ന്യായീകരിക്കാവുന്ന ഒരു സംഭവമാണ്. സിനിമയെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നത് തിയേറ്ററിൽ പോയി കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.